പോന്നോ പോന്നോ വേണ്ടേ പോയിട്ട് വരാൻ പറഞ്ഞല്ലോ, പിന്നെന്തുവാ? എന്നാ പിന്നെ എങ്ങനെയാ ഞാൻ കൊണ്ടുപോകാൻ പറ്റൂ? വണ്ടി വരുന്ന ഇങ്ങോട്ട് മാറ്. ചായയും കാപ്പിയൊന്നും ഇട്ടില്ലേ വീട്ടിൽ? അല്ല നിരപ്പാക്കത്തില്ലേ? പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ സൈഡിലോട്ട് ഒരു കസേരയും കൂടെ കൊടുത്തിടണം ഇല്ലേ? കംഫർട്ടിന്റെ കൂടെ പോലെ മണത്തിനുണ്ട്. 235 രൂപ 1 ലിറ്റർ. ഇങ്ങനെ നമ്മുടെ ഈ വീട്ടിലെ ആദ്യത്തെ വ്ലോഗാണ്. ഇന്നലെയൊക്കെ നമ്മൾ വീട് പാല് കാച്ചുന്നതിൻ്റെയൊക്കെ ഇട്ടു. ഇവിടെ നിന്ന് എടുക്കുന്ന വീഡിയോ ആദ്യമായിട്ടുള്ളത് ഇന്നാണ്. പിന്നെ കൊച്ചോൾ ഇവിടെ ഉണ്ട്, അമ്മ ഇവിടെ ഉണ്ട്. സാധനങ്ങളെല്ലാം ഒതുക്കി ഒതുക്കി വരുന്നതേ ഉള്ളൂ. അടുക്കളയൊക്കെ ഇന്ന് രാവിലെ കുറച്ചൊക്കെ ഒതുക്കി പെറുക്കി വെച്ചിട്ടാണ് ഞാൻ പോയത്. എന്തായാലും അവധി എടുക്കാൻ പറ്റത്തില്ലായിരുന്നു കുറേ ദിവസം കൊണ്ട്. അതായത് കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇടയ്ക്കെല്ലാം താമസിച്ചാണ് ചെന്നത്. പിന്നെ ശനിയാഴ്ച വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് പോയത്. ശനിയാഴ്ച അവധിയായിരുന്നു, പിന്നെ തിങ്കളാഴ്ച അവധിയായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ജോലികൾ അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ വീട് ഇച്ചിരി തൂക്കാനുണ്ടല്ലോ, അപ്പം നല്ല ഒരു ചൂല് മേടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇരുന്നത് ഇതായിപ്പോയി. അപ്പം ഇങ്ങോട്ട് വരികയാണെന്നുള്ള പുതിയതായിട്ട് അങ്ങ് മേടിക്കാമെന്ന് ഓർത്തോണ്ട് ഞാൻ എല്ലാം പെയിൻറ്റിങ് വെച്ചേക്കുമായിരുന്നു. വന്നിട്ട് ഏറ്റവും മെനക്കെടുത്തുന്ന ജോലി തുണി കഴുകാണ്. തുണി കഴുകിയതും കഴുകാനുള്ളതും എല്ലാം മിക്സ് ചെയ്താണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അതെല്ലാം ഒന്നുകൂടി വാഷ് ചെയ്തൊക്കെ ഇടണം. കുറേ തുണികൾ വാഷിംഗ് മെഷീനൊക്കെ ഇന്നാണ് സെറ്റ് ചെയ്തത്. മുത്ത് കുറച്ച് തുണികളൊക്കെ അവൻ്റേത് അതിനകത്തിട്ട് കഴുകി. അമ്മയും മോനുകുട്ടനും കൂടെ കുറേ തുണികൾ അല്ലാതെ കഴുകി. എല്ലാം ഇവിടെ വിരിച്ചേക്കുന്നത്. നമ്മളിവിടെ ഒരു ചെറിയ എക്സ്റ്റൻഷൻ ഇറക്കി അടുക്കളയുടെ സൈഡ്. അപ്പോൾ അത് എന്താ പറയുന്നത്, അവിടെ തുണിയൊക്കെ കഴുകി വിരിച്ചേക്കുന്നു. തിങ്കളാഴ്ചത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ പ്രിയങ്ങളോട് കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞു. അപ്പോൾ ഇനി മുതലുള്ള നമ്മുടെ വീട്ടുവിശേഷങ്ങളൊക്കെ ഈ ഒരു അടുക്കളയും ഇവിടുത്തെ ചുറ്റുപാടും ഒക്കെ ആയിരിക്കും. എൻ്റെ പ്രിയങ്ങളുടെ ഒരുപാട് നല്ല കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടു. എല്ലാവരോടും സ്നേഹം. എന്നോടൊപ്പം പ്രാർത്ഥിച്ച, എന്നോടൊപ്പം സ്നേഹത്തോടെ കൂടെ നിന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒരുപാട് ഒരുപാട് നന്ദി. പിന്നെ ദൈവത്തിൻ്റെ കരുണയുണ്ടെങ്കിൽ നമുക്കിനിയും സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ.
എല്ലാ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ റെഡിയാകാനുണ്ട്. ഇവിടോട്ട് നമ്മൾ താമസമാക്കി എന്നുള്ളത് ശരിയാണ്, പക്ഷെ വേറെ കുറേ കാര്യങ്ങളൊക്കെ റെഡിയാകാനുണ്ട്. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥന വേണം. എല്ലാം സമാധാനപരമായിട്ട് നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അമ്മ ചോറും മീൻ കറിയൊക്കെ വെച്ചിട്ടുണ്ട്. മീൻ ഞാൻ രാവിലെ പോയ വഴിക്ക് മുത്തിനെ കൊണ്ട് മേടിപ്പിച്ച്, മുത്ത എന്നെ കൊണ്ടുവിടാൻ വന്നേ. അപ്പം അത് കൊണ്ടുവന്ന് അമ്മ അത് കറി വെച്ചു. പിന്നെ മോരുകറിയും തോരനൊക്കെ ഇരിപ്പുണ്ട്. ഇന്ന് ഞാൻ പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്ന വൈകിട്ട്. പിന്നെ നമ്മുടെ തുണികഴുകി പ്രമാണിച്ച് ലിക്വിഡും പിന്നെ കംഫർട്ടും ഒക്കെ തീർന്നായിരുന്നു. അതെല്ലാം മേടിച്ച് ഇന്ന് ഉജാലയുടെയാണ് വാങ്ങിച്ചത്. പിന്നെ ഇത് പിന്നെ നമ്മുടെ സിങ്ക് ഒക്കെ കഴുകാൻ വേണ്ടിയിട്ട് ബ്രഷ്. പിന്നെ ഞാനൊന്ന് കുളിച്ചിട്ടൊക്കെ വരാം. വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അതായത് കയറി താമസത്തിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. അത് എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനും ഒക്കെ ഉണ്ട്. അതിന്ന് ചെയ്യണം. നാളെയെങ്കിലും അപ്ലോഡ് ചെയ്യണം. എൻ്റെ പ്രിയങ്ങളൊക്കെ ഒരുപാട് പേര് ക്ഷമയോടെ കാത്തിരുന്നവരുണ്ട്. വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനയോടെ ഇരുന്നവരുണ്ട്. എല്ലാവരും ഞാൻ മനഃപൂർവ്വം ഒന്നും ലാഗടിപ്പിച്ചതല്ല. അതെൻ്റെ പ്രിയങ്ങളോട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. നമ്മളൊരു കാര്യം ഈ വീഡിയോ എടുക്കുന്നത് ഈസിയാണ്. വീഡിയോ എങ്ങനെ വേണമെങ്കിലും എടുത്ത് ലോങ് ആയിട്ട് എത്ര മിനിറ്റ് വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാം. പക്ഷേ ഇത് എഡിറ്റ് ചെയ്ത് വേണമെന്ന് വേണ്ടാത്തൊക്കെ കറക്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞ് ഒരു മെനക്കെട്ട പണിയാണ് പ്രിയങ്ങളെ. അതുകൊണ്ട് എനിക്കതിന് അത്രയും ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനത് 15 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ആയിട്ട് വീഡിയോ നിർത്തുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ഞാനിത് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കാനോ ഒന്നുമല്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കിയവരുണ്ട്, മനസ്സിലാക്കാത്തവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. അവിടെ അമ്മമ്മ മോനോട് TV കാണുന്നതിന് വഴക്കാം. ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഞാൻ കുളിച്ചിട്ട് വരട്ടെ പ്രിയങ്ങളെ. തലയ്ക്ക് വെളിവില്ല. ഇന്ന് ഞാൻ പല്ലിന്റെ കാര്യത്തിന് വൈകിട്ട് പോയേക്കുമായിരുന്നു. പല്ല് ഇവിടെ ഇതിന്റെ എല്ലാം ചെയ്ത് ക്യാപ്പിട്ടു. പിന്നെ ഈ വശത്ത് പോടുള്ള ഭാഗത്ത് എക്സ്റേ എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം എക്സ്റേ എടുത്തിട്ട് പറഞ്ഞ് നോക്കിയിട്ട് വിളിക്കാന്ന് പറഞ്ഞ് 2 എക്സ്റേ എടുത്തപ്പോഴും അതിനകത്ത് എന്തോ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് വീണ്ടും എക്സ്റേ എടുത്തു. എക്സ്റേ എടുത്തപ്പോൾ എനിക്ക് അന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായില്ല. ഇന്നാണ് ക്ലിയർ ആക്കി തന്നത്. എനിക്കത് മനസ്സിലായത് ഇന്നാണ്. അതായത് നമ്മുടെ ഈ പോടുള്ള പല്ല് ഞാൻ വേറൊരു ഡോക്ടറെ ആദ്യം കാണിച്ചിരുന്നു. അപ്പോൾ ഡോക്ടർ അത് ചെക്ക് ചെയ്ത സമയത്ത് എന്തോ ഒരു മെറ്റൽ, അതായത് ഈ നീഡിൽ പോലുള്ള സാധനം വെച്ച് ഇങ്ങനെ ചെയ്യുമല്ലോ, അത് അകത്തിരിക്കുകയാണ്. അപ്പോൾ അത് എടുത്ത് നമ്മൾ ആ പല്ല് റൂട്ട് കനാൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഇത് ഉള്ളിലോട്ട് പോകും. അതുകൊണ്ട് അത് അങ്ങനെ ചെയ്യാൻ പറ്റൂല. ഒന്നുകിൽ നമുക്ക് RCCയിൽ ചോദിച്ചിട്ട് ഇത് എടുത്തു കളയണം. സർജറി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് എടുത്തു കളയണം. ആ മെറ്റൽ പീസ് എടുത്തു കളയണം. അതങ്ങനെ ഇരിക്കുകയാണ്. അത് ചെയ്യാതെ ഈ പല്ലിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഇനി ഓഗസ്റ്റിൽ നമ്മൾ പോകുന്നുണ്ട്. അതൊന്നും അവിടെ ഒന്ന് അവതരിപ്പിക്കണം. അപ്പോൾ ആ ഒരു ഭാഗത്തിൻ്റെ എക്സ്റേ എടുത്തതൊക്കെ വാട്സാപ്പിൽ ഇട്ട് തന്നിട്ടുണ്ട്. അതൊക്കെ ചെന്ന് ഡോക്ടറെ ഒന്ന് കാണിച്ചെന്ന് പറഞ്ഞ് നോക്കാം. എന്തെങ്കിലും വഴി കാണാതിരിക്കത്തില്ലല്ലോ. അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ ഏകദേശം ഇന്നത്തോടുകൂടി ക്ലിയർ ആയി. എന്നാലും ഇന്ന് ചെയ്തതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമില്ല. കുളിച്ചിട്ട് വരാം. അവനാ മോനുകുട്ടൻ. എന്തിയേ മോനുകുട്ടൻ എന്തിയേ? യോ കേട്ടോ മുത്തേ, സാവകാശം പോയി വരിക. അഭ്യാസം കാണിക്കരുത്. ചില്ലറ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ. ആ അതുവഴി അങ്ങ് പോവാനെ.
ഇത് മതിയോ? രണ്ടാലിട വെച്ച് എന്തോനെ ആന്നാന്ന് ഞങ്ങൾ ചോറിനാൻ പോവാണ് പ്രിയങ്ങളെ. കൊച്ചോള് അവശ്യ നിലയിലാണ്. കൊച്ചോള് കുറച്ച് ദിവസം കൊണ്ട് കിടന്ന് കഷ്ടപ്പെട്ട് മിണ്ടാൻ പോലും വയ്യ. കുളിച്ച് ജപിച്ച് വന്നതേ ഉള്ളൂ. ഇനി ചോറിനാൻ പോവാ. ചോറും കറികളും എല്ലാം ഇരിപ്പുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പാചകമൊന്നുമില്ലായിരുന്നു. മോരും തോരനും ചിക്കൻ റോസ്റ്റ് ചെയ്തൊക്കെയാണ് ഉണ്ടാക്കിയത്. അതിൻ്റെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ചിക്കൻ തീർന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. ആ മുത്തും അപ്പുവും അപ്പുവിൻ്റെ അനിയത്തിയും മോനുകുട്ടനും കൂടെ ഫുഡ് കഴിക്കാൻ പോയതാണ്. ഇന്നലെ അപ്പു കുറേ ഞങ്ങൾക്ക് ഇവിടെ വന്ന് കുറേ പാടുപെട്ട് ജോലിയൊക്കെ ചെയ്യാൻ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്തപ്പോഴൊക്കെ അപ്പു ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കയറി താമസത്തിൻ്റെ അന്ന് അപ്പു ഇല്ലായിരുന്നു. അവർ ഒരു ട്രിപ്പ് പോയേക്കുമായിരുന്നു. അപ്പോൾ വന്നപ്പോഴും ആ ട്രിപ്പ് പോയതിൻ്റെ ഒരു ഹാങ് ഓവറിലിരിക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വിളിച്ചിട്ടൊന്നും വന്നില്ല, പിന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു കുഞ്ഞൊരു ഔട്ടിങ് അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവർ 4 പേരുടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവർ പോയി കഴിച്ചിട്ട് വരട്ടെന്ന് വിചാരിച്ച് ഞങ്ങളെന്നാൽ ചോറിന് കേട്ടോ. എനിക്കും നമ്മൾ ഈ കുറച്ച് ദിവസം കൊണ്ടുള്ള ഈ ജോലിപ്പാട് കൊണ്ട് ഭയങ്കര ക്ഷീണവും വയ്യാഴിയൊക്കെ ഉണ്ട്. അതിലൂടെ ഭയങ്കര ചുമച്ച് പൊടിയൊക്കെ അടിച്ചിട്ടായിരിക്കും, നല്ല ചുമയുണ്ട്. അപ്പോൾ മരുന്നുകളും കറക്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല. എവിടെയൊക്കെയാണെന്ന് അറിയത്തില്ലായിരുന്നു. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരി വലിച്ച്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഗുളികയൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ചോറുണ്ടിട്ട് മരുന്നും കഴിച്ച് ചാച്ചാൻ പോവാണ്. ചാച്ചാൻ പോകുന്നതിന് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഉറങ്ങണം. അപ്പം നമുക്ക് ഈ വീട്ടിലെ ആദ്യത്തെ അത്താഴം വിളമ്പ് വീഡിയോ എടുക്കാം. ഇന്ന് അമ്മ അതേ അടുപ്പൊക്കെ കത്തിച്ച് ചോറ് വെച്ച് കേട്ടോ. അടുക്കളയൊക്കെ ചാലുവായി വരുന്നതേ ഉള്ളൂ കേട്ടോ. മീൻകറി തളയാണ് മേടിച്ചത്, തള. അപ്പോൾ ഇന്നത്തെ അത്താഴം ഇതാണ് പ്രിയങ്ങളെ. കഴിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവരോടെല്ലാം ഒരുപാട് സ്നേഹം അറിയിക്കുവാണ്. പിന്നെ എത്ര സന്തോഷത്തോടെയാണ് ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ നിന്നോർത്ത് എനിക്ക് ഒത്തിരി അഭിമാനവും സന്തോഷവും ഉണ്ട് കേട്ടോ. എല്ലാവരോടും സ്നേഹമേ. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം കാണാം. ഒന്ന് ഉഷാറായിട്ടൊക്കെ വരണം പ്രിയങ്ങളെ. ഇതെല്ലാം ഇങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ. കുറച്ചൊക്കെ പേർക്കി ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ കഴിക്കട്ടെ കേട്ടോ. നാളെ കാണാമേ. ടാറ്റാ. ഓക്കെ, ബൈ ബൈ, സി യു. സൂപ്പർ ആയിരുന്നല്ലേ ചേച്ചി? അടിപൊളിയായിരുന്നു. ഇന്ന് അപ്പ ഉറങ്ങുന്നു. നമ്മുടെ ചോറിനോ മഴയാണ് ചേച്ചി. അവരെല്ലാവരുടെ അപ്പവും മുട്ടും അപ്പൂന്റെ അനിയത്തിയും എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനോട്ട് പോയി. ഇറങ്ങിപ്പോയെന്ന് അപ്പം പറയും. എല്ലാ കുറ്റവും സഹിക്കാൻ അപ്പനുണ്ടല്ലോ. അപ്പം ഞാൻ വന്ന് കേറിയപ്പോ എന്നോട് ചോദിക്കാം, കൊച്ചു എത്ര രൂപ കൊടുത്തു പോട്ടെ ലോഡിങ് കൂലിയ? അങ്ങനെ വിളിക്കണ്ട. ഞാൻ അന്നേരം എനിക്ക് പറ്റിയില്ല. കൊച്ചോടെ കൊടുത്ത് വിടുന്നതായിരിക്കും ചേച്ചി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറുത് മുതൽ മുതുക്ക് വരെ കൊടുക്കണമല്ലോ. കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.